ഹായ് മക്കളെ, അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പോളിനോമിയൽസ് എന്ന് പറയുന്ന ചാപ്റ്റർ വളരെ കുറച്ചു നേരം കൊണ്ട് വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി പറയാൻ പോവുകയാണ്. ശ്രദ്ധിച്ചോളാം. അപ്പൊ നമ്മുടെ ചാപ്റ്ററിന്റെ പേര് എന്താണ്? പോളിനോമിയൽസ്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നതും എന്താണ് പോളിനോമിയൽസ് എന്നാണ്. അപ്പൊ പോളിനോമിയൽസ് പഠിക്കുന്നതിന് മുമ്പ് എന്താണ് പോളിനോമിയൽ എന്ന് മനസ്സിലാക്കണ്ടേ? ഇവരെ കണ്ടാലൊക്കെ നമുക്ക് മനസ്സിലാവണ്ടേ? അപ്പൊ എന്താണ് പോളിനോമിയൽ എന്ന് പറഞ്ഞുതരാം. വളരെ സിമ്പിൾ ആണ്. ആദ്യം അതിന്റെ പേരിൽ നിന്ന് തന്നെ തുടങ്ങാം. പോളിനോമിയൽസിൽ പോളി എന്ന് പറയുന്ന ഒരു വേർഡ് ഉണ്ട്. ഈ പോളി എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം മെനി എന്നാണ്. മെനി അല്ലെങ്കിൽ മച്ച് അങ്ങനെയൊക്കെ മീനിങ് വരും. എന്ന് പറഞ്ഞാൽ എന്താ? കുറെ ആൾക്കാരുണ്ടാവും. കേട്ടല്ലോ, കുറെ ആൾക്കാരുണ്ടാവും. ഈ കുറെ ആൾക്കാരെ അല്ലെങ്കിൽ കുറെ ടേംസിനെ നമ്മൾ പ്ലസ് അല്ലെങ്കിൽ മൈനസ് വെച്ച് കണക്ട് ചെയ്ത് എഴുതുന്നതിനെയാണ് പോളിനോമിയൽസ് എന്ന് പറയുന്നത്. നോക്കി വേറൊന്നും പറയാം. 9x³ പ്ലസ് 3x² മൈനസ് 2x പ്ലസ് 5. ഓക്കെ അല്ലേ? അപ്പൊ ഇങ്ങനെയൊക്കെ എഴുതുന്ന ആൾക്കാരെയാണ് നമ്മൾ പോളിനോമിയൽസ് എന്ന് പറയുന്നത്. ഇനി അത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ, ഇങ്ങനെ എല്ലാം പ്ലസും മൈനസും ഇട്ട് എഴുതി കഴിഞ്ഞാൽ അവർ പോളിനോമിയൽ ആവണമെന്ന് നിർബന്ധമില്ല. പോളിനോമിയൽ ആകണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യണം. എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. ശ്രദ്ധിച്ചോ. ഒന്ന് നമ്മളെ ഒരു പോളിനോമിയൽ എഴുതാൻ അല്ലെങ്കിൽ ഒരു എക്സ്പ്രഷൻ, ഇതിന് നമ്മൾ പറയുന്ന പേര് ഓൾജിബ്രിക് എക്സ്പ്രഷൻ എന്നാണ് കേട്ടോ. ഈ ഓൾജിബ്രിക് എക്സ്പ്രഷൻ എഴുതാൻ ഉപയോഗിക്കുന്ന ഇതിന്റെ അകത്തെ ലെറ്ററുകളില്ലേ, ഇവിടെ എക്സ്, ഇവിടെയും എക്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ലെറ്ററിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണെന്ന് ഓർക്കുന്നുണ്ടല്ലോ? വേരിയബിൾ. ഈ വേരിയബിൾ ഒരെണ്ണം മാത്രമേ ഉണ്ടാകാവുള്ളൂ. എക്സ് ആണെങ്കിൽ എല്ലായിടത്തും എക്സ് ആയിരിക്കണം, വൈ ആണെങ്കിൽ എല്ലായിടത്തും വൈ ആയിരിക്കണം, ഇസഡ് ആണെങ്കിൽ എല്ലായിടത്തും ഇസഡ് ആയിരിക്കണം. ഓക്കെ അല്ലേ? അല്ലാതെ എക്സും വൈയും കൂടി ചേർന്നൊന്നും വരരുത്. അപ്പൊ ഒരു വേരിയബിൾ മാത്രം ഉണ്ടായിരിക്കണം. അപ്പൊ ഒന്നാമത്തെ കാര്യം എന്താണ്? ഒരു വേരിയബിൾ മാത്രം. എന്താണ്? വൺ വേരിയബിൾ ഒള്ളി. ഒരു വേരിയബിൾ മാത്രമേ ഉണ്ടാകാവുള്ളൂ. ആദ്യത്തെ കാര്യം. ഓക്കെ അല്ലേ? സിമ്പിൾ അല്ലേ? അപ്പോ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള വേരിയബിൾ എന്താ? എക്സ് മാത്രമല്ലേ ഉള്ളൂ. ഇവിടെ എക്സ് സ്ക്വയർ വരുന്ന പ്രശ്നമൊന്നുമില്ല കേട്ടോ. എക്സും വൈയും വരരുത്, എക്സും ഇസഡും വരരുത്, പിയും ക്യൂവും വരരുത്, അങ്ങനെ കുറെ പേര് വരരുതെന്നുള്ളൂ. ഇനി ഇവിടെയും എന്താണ്? എക്സ് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഓക്കെ. രണ്ടാമത്തെ ഒരു കണ്ടീഷൻ കൂടി സാറ്റിസ്ഫൈ ചെയ്യണം. എന്താണ് രണ്ടാമത്തെ കണ്ടീഷൻ? വളരെ സിമ്പിൾ ആണ്. നമ്മൾ ഉപയോഗിച്ച വേരിയബിൾ ഇല്ലേ, ആ വേരിയബിളിന്റെ പവർ ഓഫ് വേരിയബിൾ ഈസ് എ ഹോൾ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? പവർ ഓഫ് വേരിയബിൾ ഈസ് എ ഹോൾ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ വേരിയബിൾ എക്സ് ആണ്, എക്സിന്റെ പവർ 2 ആണ്. ഇവിടെ എക്സ് ആണ് പവർ, എക്സിന്റെ പവർ ഒന്നുമില്ലെങ്കിൽ അവിടെ 1 ഉണ്ട്. ഇവിടെയും വേരിയബിൾ എക്സ് ആണ്, എക്സിന്റെ പവർ 3 ആണ്. ഇവിടെയും വേരിയബിൾ എക്സ് ആണ്, എക്സിന്റെ പവർ 2 ആണ്. ഇവിടെയും വേരിയബിൾ എക്സ് ആണ്, എക്സിന്റെ പവർ 1 ആണ്. അപ്പോ അവര് പറഞ്ഞിരിക്കുന്നത് പോളിനോമിയൽ ആവണമെങ്കിൽ അവിടെ ഒരു വേരിയബിൾ ഉണ്ടാവണം. വേരിയബിളിന്റെ പവർ എപ്പോഴും ഹോൾ നമ്പർ മാത്രമായിരിക്കണം. ഹോൾ നമ്പർ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാ വരാം? 0 വരാം, 1 വരാം, 2 വരാം, 3 വരാം, 4 വരാം, 5 വരാം എന്ന് പറഞ്ഞാൽ ഈ നമ്പറുകളൊക്കെ വരാം. നെഗറ്റീവ് വരരുത്, ഫ്രാക്ഷൻ വരരുത്, ഓക്കെ അല്ലേ? റൂട്ട് വരരുത്, പോയിന്റ് വരരുത്, ഇതൊന്നും വരരുത്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? വളരെ ഇമ്പോർട്ടന്റ്. നമ്മൾ പോളിനോമിയൽ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നമ്മൾ ചെക്ക് ചെയ്യേണ്ട രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ഒരു വേരിയബിൾ മാത്രമേ ഉണ്ടാകാവുള്ളൂ. 2, എന്താണ്? വേരിയബിളിന്റെ പവർ ഹോൾ നമ്പർ ആയിരിക്കണം. 0, 1, 2, 3, 4, 5, 6 ഈ നമ്പറുകളായിരിക്കണം. അപ്പൊ ഞാൻ കുറച്ച് പോളിനോമിയൽസ് പറയാം. ഞാൻ ഒരു എക്സ്പ്രഷൻസ് പറയാം. അത് പോളിനോമിയൽ ആണോ അല്ലയോ എന്ന് പറയണം. നോക്കിയേ. 9x² പ്ലസ് 3x മൈനസ് 2 ഇത് പോളിനോമിയൽ ആണോ? നോക്ക്, എക്സ് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഓക്കെ, ഫസ്റ്റ് കണ്ടീഷൻ ഓക്കെ. എക്സിന്റെ പവർ 2, ഇവിടെ എക്സിന്റെ പവർ 1, 1ഉം 2ഉം. ഓക്കെ അല്ലെ? ഹോൾ നമ്പർ അല്ലേ? ആണ്. അപ്പൊ ഇവൻ പോളിനോമിയൽ ആണ്. സെറ്റ്. രണ്ടാമത്തവനെ നോക്കാം. നോക്ക്, 3x² മൈനസ് 2x പ്ലസ് 5 ഇവരെ നോക്ക്. എക്സിന്റെ പവർ 2. ഓക്കെ, എക്സ് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ, പ്രശ്നമില്ല. ഇവിടെയും എക്സിന്റെ പവർ എത്രയാണ്? 1. പോളിനോമിയൽ ആണോ? നോക്ക്, എക്സിന്റെ പവർ 1ഉം 2ഉം ഹോൾ നമ്പർ ആണ്, പോളിനോമിയൽ ആണ്. ഓക്കെ അല്ലേ? 3 നോക്കിക്കോളാം കേട്ടോ. നോക്ക്, y³ മൈനസ് 3y² പ്ലസ് 2y. ശ്രദ്ധിക്കേ, പോളിനോമിയൽ ആണോ? വൈ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. വൈ വന്നുകൊണ്ട് പ്രശ്നമില്ല, വൈ മാത്രം ഉണ്ടായാലും പ്രശ്നമില്ല. വൈയും എക്സും കൂടി മിക്സ് ചെയ്ത് വരാതിരുന്നാൽ മതി. ഒരു വേരിയബിൾ മാത്രമല്ലേ ഉള്ളൂ, വൈ. ഇവിടെ വൈയുടെ പവർ 3, ഇവിടെ വൈയുടെ പവർ 2, ഇവിടെ വൈയുടെ പവർ 1, എല്ലാം ഹോൾ നമ്പർ അല്ലേ? അപ്പൊ ഇവനും പോളിനോമിയൽ ആണ്. നോക്കിയേ, ഇനി ഇവനൊന്ന് നോക്കിയേ, വളരെ സിമ്പിൾ. 5x⁻²
പ്ലസ് 3x² മൈനസ് 4x. നോക്കണം, വളരെ സിമ്പിൾ. ഇവിടെ എക്സിന്റെ പവർ -2, എല്ലാം എക്സ് ആണ്, പ്രശ്നമൊന്നുമില്ല. എക്സിന്റെ പവർ -2 വന്നു. -2 ഹോൾ നമ്പർ ആണോ? അല്ല. ഇവൻ അപ്പോ പോളിനോമിയൽ അല്ല. ഓക്കെ അല്ലേ? സിമ്പിൾ. അടുത്തത് 5. നോക്കി, ഇവനെയാണ് അടുത്തത് നോക്കേണ്ടത്. 1/5x² പ്ലസ് 3x - 2. ഇത് പോളിനോമിയൽ ആണോ? കുറച്ച് പേർക്ക് സംശയം വരുന്ന ഒരു സാധനമാണ്. 1/, എന്നിട്ടാൽ പോളിനോമിയൽ ആണോ? അല്ല. കാര്യം എന്താണെന്നറിയാമോ? ഈ പോളിനോമിയൽ നമ്മൾ മുകളിലേക്ക് കൊണ്ടുപോയാലേ ഇതുപോലെ നമുക്ക് നീറ്റ് ആയിട്ട് എഴുതാൻ പറ്റുള്ളൂ. മുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇവരുടെയൊക്കെ സൈൻ നെഗറ്റീവ് ആവും. ഈ പവറിന്റെയൊക്കെ സൈൻ നെഗറ്റീവ് ആവും. അപ്പൊ അത് പോളിനോമിയൽ ആവില്ല. അപ്പൊ 1/, എന്ന് പറഞ്ഞാൽ ഒരിക്കലും പോളിനോമിയൽ ആവില്ല. പിന്നെ സംശയമുള്ള വേറൊരാളാണ്, ഇപ്പൊ റൂട്ടിന്റെ അകത്ത് വന്നാൽ 5x² മൈനസ് 3x പ്ലസ് 2. കേട്ടല്ലോ, അതും സംശയിക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ √x എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് x⁻²² എന്നാണ്. അപ്പൊ നോക്കടാ, പവർ എന്തായി? പവർ ഫ്രാക്ഷൻ ആയി, ഹോൾ നമ്പർ ആയില്ല. അപ്പോ ഇങ്ങനെ റൂട്ട് വന്നാലും അതെന്തല്ല, അത് പോളിനോമിയൽ അല്ല. വളരെ സിമ്പിൾ അല്ലേ? അപ്പൊ പോളിനോമിയൽ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നിങ്ങൾ ഈ 2 കാര്യങ്ങൾ മാത്രം ഓർത്താൽ മതി. ഒറ്റ വേരിയബിൾ മാത്രമേ ഉണ്ടാകാവുള്ളൂ. ആ വേരിയബിളിന്റെ പവർ എത്രയായിരിക്കണം? ഹോൾ നമ്പേഴ്സ് മാത്രം, 0, 1, 2, 3, 4, 5. അപ്പൊ ഇവിടെ നോക്ക്, ഇവരൊക്കെ പോളിനോമിയൽ ആണോ അല്ലയോ എന്നൊന്ന് പറഞ്ഞേ വേഗം. വളരെ സിമ്പിൾ ആയിട്ട് വേഗം ഒന്ന് പറഞ്ഞേ. ഫസ്റ്റ് വൺ ഇവൻ എടുക്കുവാണേ, 3x² പ്ലസ് 5x മൈനസ് 7. ഈ എക്സ് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഓക്കെ, ഫസ്റ്റ് കണ്ടീഷൻ ഓക്കെ. എക്സിന്റെ പവർ 2, ഇവിടെ എക്സിന്റെ പവർ 1. ഓക്കെ അല്ലേ? അപ്പൊ ഹോൾ നമ്പർ ആണ്, ഇവൻ പോളിനോമിയൽ ആണ്. സെറ്റ്. അടുത്തത് 4x³ മൈനസ് 2x പ്ലസ് 1. എക്സ് മാത്രമേ ഉള്ളൂ, പ്രശ്നമൊന്നുമില്ല അല്ലെ? അപ്പോ എക്സിന്റെ പവർ 3, എക്സിന്റെ പവർ 1, ഹോൾ നമ്പർ ആണ്. അപ്പോ പോളിനോമിയൽ ആണ്. അടുത്ത് നോക്ക്, ഞാൻ നിങ്ങളോട് പറഞ്ഞു ബൈയിട്ട് എന്ത് വന്നാലും നിങ്ങൾ കൂടുതൽ നോക്കേണ്ട കാര്യമില്ല, അവര് പോളിനോമിയൽ അല്ല. അടുത്തവനെ നോക്ക്, ഇവനെ നോക്ക് 5x⁻² ആയിപ്പോയി. എല്ലാം എക്സ് ആണ്, പക്ഷെ എക്സിന്റെ പവർ -2 ആയിപ്പോയി. ഇവൻ പോളിനോമിയൽ അല്ല. ഇവനെ നോക്കി എല്ലാം എക്സ് ആണ്, ഓക്കെ, പക്ഷെ എക്സിന്റെ പവർ 3/2 ആയിപ്പോയി, ഫ്രാക്ഷൻ ആയിപ്പോയി, ഹോൾ നമ്പർ അല്ല. അവനെയും വെട്ടിക്കളഞ്ഞു. നമ്മൾ പറഞ്ഞു റൂട്ടിന്റെ അകത്ത് എന്ത് വന്നാലും അവൻ പോളിനോമിയൽ അല്ല. ഇവനെ നോക്ക്, 9x⁻6 5x² പ്ലസ് x മൈനസ് 1. എല്ലാം എക്സ് ആണ്, ഓക്കെ. ഇവിടെ 6, ഇവിടെ 2, ഇവിടെ 1. ഹോൾ നമ്പേഴ്സ് അല്ലേ? ആണ്. അപ്പൊ ഇവൻ പോളിനോമിയൽ ആണ്. അപ്പോ പോളിനോമിയൽ കണ്ടാൽ മനസ്സിലാവുമല്ലോ. ഓക്കെ, അപ്പൊ ഇനി ചാപ്റ്ററിലേക്ക് കടക്കാം. പോളിനോമിയൽ പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത പഠിക്കാനുള്ളത് ഡിഗ്രി ഓഫ് എ പോളിനോമിയൽ ആണ്. ഒരു പോളിനോമിയലിന്റെ ഡിഗ്രി എന്താന്ന് പഠിക്കണം. വളരെ സിമ്പിൾ ആണ്. ശ്രദ്ധിച്ചോ, ഞാനൊരു പോളിനോമിയൽ എഴുതുവാണ്. നോക്കടാ, 5x² മൈനസ് 2x പ്ലസ് 7. ഓക്കെ അല്ലെ? ഇവനൊരു പോളിനോമിയൽ ആണ്. പോളിനോമിയലിനെ സാധാ എപ്പോഴും നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് പോളിനോമിയൽ. ഇവിടെ പോളിനോമിയൽ എഴുതിയിരിക്കുന്ന വേരിയബിൾ എന്താണ്? എക്സിലല്ല എഴുതിയിരിക്കുന്നത്. അപ്പോ പോളിനോമിയൽ ഇൻ എക്സ് ഇങ്ങനെയാണ് എഴുതുന്നത്. P of x എന്ന് നമ്മൾ സൂചിപ്പിക്കും. ഇപ്പൊ വൈയിലാണ് എഴുതിച്ചെങ്കിലോ P of y എന്ന് എഴുതും. ഇത്രേ ഉള്ളൂ. അപ്പൊ ഇതൊരു പോളിനോമിയൽ ആണ്, സംശയമൊന്നുമില്ലല്ലോ. ഇനി ഈ പോളിനോമിയലിന്റെ ഡിഗ്രി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്, ശ്രദ്ധിച്ചോളണം. ഡിഗ്രി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള വേരിയബിൾസ് എടുക്കുക. എക്സ് അല്ലേ? എക്സിന്റെ പവർ നോക്കിയേ, ഇവിടെ 2 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്. ഓക്കെ അല്ലെ? ഇവിടുത്തെ ഹയസ്റ്റ് പവർ ഏതാണെന്ന് നോക്കുക. ഹയസ്റ്റ് പവർ എത്രയാണ്? 2. ഈ ഹയസ്റ്റ് പവറിനെയാണ് നമ്മൾ ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പോ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എന്താണ് ഡിഗ്രി? ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് പവർ ഓഫ് ആരാണ്? വേരിയബിൾ. ഹയസ്റ്റ് പവർ ഓഫ് വേരിയബിൾ. സിമ്പിൾ. ഓക്കെ അല്ലെ? ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി തരാം. ദേ നോക്കടാ, 3x³ മൈനസ് 4x² പ്ലസ് 9x പ്ലസ് 8. ഇവന്റെ ഡിഗ്രി ഒന്ന് പറഞ്ഞേ, വേഗം പറഞ്ഞേ. സിമ്പിൾ കാര്യം. ഇവിടെ എക്സിന്റെ പവർ 1, ഇവിടെ 2, ഇവിടെ 3. ഹയസ്റ്റ് പവർ എത്രയാണ്? 3. അപ്പൊ ഡിഗ്രി എത്രയാണ്? 3. ഓക്കെ അല്ലെ? അപ്പോ ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കിയേ. ഫൈൻഡ് ദ ഡിഗ്രി ഓഫ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് പോളിനോമിയൽസ്. ഓരോന്നിന്റെയും ഡിഗ്രി എഴുതാം. ഇതിന്റെ ഡിഗ്രി പറഞ്ഞേ നോക്ക്. എക്സിന്റെ പവർ 3, എക്സിന്റെ പവർ 1, ഹയസ്റ്റ് പവർ 3. ഓക്കെ, ഇവന്റെ ഡിഗ്രി പറഞ്ഞേ. എക്സിന്റെ പവർ 5, എക്സിന്റെ പവർ 2, ഹയസ്റ്റ് പവർ 5. ഓക്കെ അല്ലെ? ഇവന്റെ ഡിഗ്രി പറഞ്ഞേ. 7, 4, 1, ഹയസ്റ്റ് പവർ 7 അല്ലേ? അപ്പൊ ഡിഗ്രി എത്രയാണ്? 7. അടുത്തത് 2, 1, ഹയസ്റ്റ് പവർ എത്രയാണ്? 2. അപ്പൊ ഡിഗ്രി എത്രയാണ്? 2. അടുത്തത് 9 ഉണ്ട്, 5 ഉണ്ട്, 2 ഉണ്ട്. അപ്പൊ 9 അല്ലേ ഹയസ്റ്റ് പവർ? അപ്പൊ ഡിഗ്രി എത്രയാണ്?
9. അടുത്തത് 4, 6. ശ്രദ്ധിക്കണേ, 4, 6, 1. ഹയസ്റ്റ് പവർ ഏതാടാ? 6 അല്ലേ? ആദ്യം കിടക്കുന്ന എടുത്ത് എഴുതരുത്, തെറ്റിച്ച് കളയരുത്. എന്താണ് ഹയസ്റ്റ് പവർ? എന്താണ്? 6 ആണ് ഹയസ്റ്റ് പവർ. അപ്പൊ ഡിഗ്രി എത്രയാണ്? 6. ഇവിടെ നോക്ക്, ഈ 2/3 വന്നതുകൊണ്ട് ഇത് പോളിനോമിയൽ അല്ലാതെ ആവോ? നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത്. നമ്മൾ പറഞ്ഞത് വേരിയബിൾ എല്ലാം സെയിം ആണോ നോക്കുക. എക്സ് സെയിം ആണ്. വേരിയബിളിന്റെ പവർ ഹോൾ നമ്പർ ആണോ നോക്കുക. വേരിയബിളിന്റെ പവർ നോക്കിയാൽ മതി കേട്ടോ. 8, 3, 8ഉം 3ഉം ഹോൾ നമ്പർ അല്ലേ? അപ്പൊ ഇവൻ പോളിനോമിയൽ ആണ്, സംശയമൊന്നുമില്ല. ഇനി ഇവന്റെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താ? ഹയസ്റ്റ് ഏതാണെന്ന് നോക്കുക, 8 അല്ലേ? ഇത്രയുള്ളൂ. ഇതാണ് ഡിഗ്രി ഓഫ് ദ പോളിനോമിയൽ. അടുത്തതിലേക്ക് പോകും. അടുത്ത കുറെ ടൈപ്സ് പോളിനോമിയൽ നമുക്ക് പഠിക്കാനുണ്ട്. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന 3 ടൈപ്സ് നമ്മൾ പറയാൻ പോവുകയാണ്. സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആണ്. അതായത് ഇവിടെ നോക്കി, ഞാനൊരു പോളിനോമിയൽ എഴുതുവാണ്. പി ഓഫ് എക്സ് ഈക്വൽ ടു 5x + 7. ഇത് പോളിനോമിയൽ അല്ലേ? പ്രശ്നമുണ്ടോ? പോളിനോമിയൽ അല്ലേ? ആണ്. കാര്യം എക്സ് ഉപയോഗിച്ച് മാത്രമാണ് എഴുതിയിരിക്കുന്നത്. എക്സിന്റെ പവർ എത്രയാണ്? 1. ഓക്കെ അല്ലേ? ഇനി വേറൊരു പോളിനോമിയൽ നോക്കി, പി ഓഫ് എക്സ് ഈക്വൽ ടു 3x - 2. ഇവൻ പോളിനോമിയൽ അല്ലേ? എക്സ് മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത്, എക്സിന്റെ പവർ 1. ഓക്കെ അല്ലേ? ഇങ്ങനെ ഇവിടെ 2 പോളിനോമിയൽ എഴുതി. ഇതിന്റെ രണ്ടിന്റെയും ഡിഗ്രി എന്ന് പറഞ്ഞേ. ഇവന്റെ ഡിഗ്രി എത്രയാ? പറ. ഇവന്റെ ഡിഗ്രി എത്രയാ? എക്സിന്റെ ഏറ്റവും ഹയസ്റ്റ് പവർ 1 ആണ്. ഓക്കെ അല്ലെ? എക്സിന്റെ ഏറ്റവും ഹയസ്റ്റ് പവർ 1 ആണ്. ശ്രദ്ധിച്ചേ, ഡിഗ്രി 1 ആണ്. ഇങ്ങനെ ഡിഗ്രി 1 വരുന്ന പോളിനോമിയൽ ഇല്ലേ? ശ്രദ്ധിച്ചേ, ഡിഗ്രി 1 വരുന്ന പോളിനോമിയൽ. ആ പോളിനോമിയലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, മറന്നു പോവരുത്, ലീനിയർ പോളിനോമിയൽ. എന്താണ്? ലീനിയർ പോളിനോമിയൽ. വളരെ സിമ്പിൾ. അപ്പൊ എന്താണ് ലീനിയർ പോളിനോമിയൽ എന്ന് നിങ്ങളോട് ഒരാൾ ചോദിച്ചാൽ എന്ത് പറയും നിങ്ങൾ? ഡിഗ്രി 1 ആണ്. എക്സാമ്പിൾ പറഞ്ഞാൽ എന്താണ്? 5x - 2, 3x - 3, 5 - 4x. ഇവരെല്ലാം ലീനിയർ പോളിനോമിയലുകളാണ്. ഓക്കെ അല്ലെ? അപ്പൊ ഡിഗ്രി 1 വന്നാൽ ലീനിയർ പോളിനോമിയൽ. ഓക്കെ അല്ലെ? ശ്രദ്ധിച്ചോ. അടുത്തത് സിമ്പിൾ സാധനം. ഞാൻ പി ഓഫ് എക്സ് എന്ന് പറഞ്ഞ് വേറൊരു പോളിനോമിയൽ എഴുതി. 9x² + 3x - 2. ഓക്കെ അല്ലെ? വേറൊരെണ്ണം കൂടി എഴുതാം. പി ഓഫ് എക്സ് ഈക്വൽ ടു 9 വേണ്ട, 3x² - 2x + 5. ഇവന്റെ ഡിഗ്രി എന്ന് പറഞ്ഞ് വേഗം. എക്സിന്റെ പവർ 2, എക്സിന്റെ പവർ 1. ഹയസ്റ്റ് പവർ 2 ആണ്. അപ്പൊ ഡിഗ്രി 2. ഇവന്റെ നോക്കിയ ഡിഗ്രി പറഞ്ഞ്, ഇവിടെ എക്സിന്റെ പവർ 1, എക്സിന്റെ പവർ 2, ഹയസ്റ്റ് പവർ 2 ആണ്. ഡിഗ്രി 2. ഇങ്ങനെ ഡിഗ്രി 2 വരുന്ന പോളിനോമിയൽ നോക്കിയടാ. ഡിഗ്രി 2 വരുന്ന പോളിനോമിയൽസിനെ നമ്മൾ വിളിക്കുന്ന പേര്, തെറ്റിച്ച് കളയരുത്, ക്വാഡ്രാറ്റിക് പോളിനോമിയൽസ്. എന്താണ്? ക്വാഡ്രാറ്റിക് പോളിനോമിയൽസ്. നേരത്തെ നമ്മൾ പഠിച്ചവന്റെ പേരെന്തായിരുന്നു? ലീനിയർ പോളിനോമിയൽ. ഇവനേതാണ്? ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. ഇവന്റെ ഡിഗ്രി എത്രയാണ്? 2 ആയിരിക്കും. എക്സാമ്പിൾ പറഞ്ഞാൽ ഇതൊക്കെ എഴുതാം. നോക്കിയേ, 4x² - 3x + 8, 9x² - 4x + 1. ഇങ്ങനെ എഴുതി പോവാം. അപ്പൊ ഡിഗ്രി 2 വന്നാൽ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. അപ്പൊ ഡിഗ്രി 3 വന്നാലോ? ശ്രദ്ധിച്ചേ, ഡിഗ്രി 3 വന്നാലോ? ഡിഗ്രി 3 വന്നാലോ? ഡിഗ്രി 3 വന്നാലോ? ഡിഗ്രി 3 വന്നാലോ? വേഗം പറഞ്ഞേ. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ എങ്ങനെ വരും? ഇവിടെ നോക്കിയേ, പി ഓഫ് എക്സ് ഈക്വൽ ടു 9x³ - 4x² + 8x - 3. ഇതിന്റെ ഡിഗ്രി എത്രയാ? വേഗം പറഞ്ഞേ. എക്സിന്റെ പവർ 3, 2, 1. ഹയസ്റ്റ് പവർ എത്രയാ? 3. അപ്പൊ ഡിഗ്രി എത്രയാണ്? 3. വേറെ ഒന്നും നോക്ക്. പി ഓഫ് എക്സ് ഈക്വൽ ടു 4x³ + 3x + 2. ഇതിന്റെ ഡിഗ്രി ഒന്ന് പറഞ്ഞേ, വേഗം പറഞ്ഞേ. ഇവിടെ എക്സിന്റെ പവർ 1, എക്സിന്റെ പവർ 3, ഹയസ്റ്റ് പവർ 3 ആണ്. അപ്പൊ ഡിഗ്രി 3 ആണ്. ഇങ്ങനെ ഡിഗ്രി 3 വരുന്ന പോളിനോമിയലിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ക്യൂബിക് പോളിനോമിയൽ. എന്താണ്? ക്യൂബിക് പോളിനോമിയൽ. ക്യൂബിക് പോളിനോമിയൽ. ഓക്കെ. ക്യൂബിക് പോളിനോമിയലിന്റെ എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞാൽ എന്ത് എഴുതും? 4x³ - 3x² + 2x - 1, അല്ലെങ്കിൽ 9x³ + 2x + 8. ഇനി ഇഷ്ടമുള്ള എഴുതാം. അപ്പോ ഡിഗ്രി 1 വന്നാൽ എന്താണ്? ലീനിയർ പോളിനോമിയൽ. ഓക്കെ. ഡിഗ്രി 2 വന്നാൽ എന്താണ്? ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. ഡിഗ്രി 3 വന്നാൽ ക്യൂബിക് പോളിനോമിയൽ. ഓക്കെ ആയാലോ? സിമ്പിൾ പരിപാടി. ഓക്കെ അല്ലേ? എഴുതണോ? നോക്കിയേ, ഡിഗ്രി 1 വന്നാൽ അവനെ വിളിക്കുന്ന പേരെന്താണ്? ലീനിയർ പോളിനോമിയൽ. എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എന്താണ്? 5x - 3. ഓക്കെ അല്ലേ? സിമ്പിൾ.
അടുത്തത് ഡിഗ്രി 2 വന്നാൽ അവനെ വിളിക്കുന്നത് എന്താണ്? ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ 5x² - 2x + 3. ഓക്കെ അല്ലേ? ഇനി ഡിഗ്രി 3 വന്നാൽ അവനെ വിളിക്കുന്ന പേരാണ് ക്യൂബിക് പോളിനോമിയൽ. എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ 4x³ - 4x² + 3x + 1. ഇതാണ് ഡിഗ്രി 3 വരുന്നത്. അപ്പൊ ഡിഗ്രി 1 ലീനിയർ, ഡിഗ്രി 2 ക്വാഡ്രാറ്റിക്, ഡിഗ്രി 3 ക്യൂബിക്. ഇത്രേ ഉള്ളൂ, സിമ്പിൾ. അടുത്ത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ സാധനം, വാല്യൂ ഓഫ് എ പോളിനോമിയൽ. ഒരു പോളിനോമിയലിന്റെ വാല്യൂ എന്താന്ന് ചോദിക്കും. എന്താണ് ഒരു പോളിനോമിയലിന്റെ വാല്യൂ? സിമ്പിൾ ആണ്, അതേ ശ്രദ്ധിച്ചു. നമ്മളൊരു പോളിനോമിയൽ എഴുതുവാണ്, അതേ നോക്കിയേ, P of x = 3x² - 2x + 1. ഇതാണ് പോളിനോമിയൽ. നിങ്ങളുടെ ഈ പോളിനോമിയലിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സിന് പകരം വേറെ ഏതെങ്കിലും നമ്പർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ വാല്യൂ എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങളോട് ചോദിക്കും P of 3 എത്രയാന്ന് ചോദിക്കും, കേട്ടല്ലോ. ഇതിനെയാണ് നമ്മൾ വാല്യൂ എന്ന് പറയുന്നത്. P of 3 എങ്ങനെ കണ്ടുപിടിക്കും? നമ്മുടെ പോളിനോമിയൽ എടുത്ത് എഴുതുക, 3x² - 2x + 1. എന്നിട്ട് എക്സിന് പകരം ഇവിടെ എക്സിന് പകരം 3 പ്ലേസ് ചെയ്യുക, അല്ലെ? P of 3 അല്ലേ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. അപ്പൊ എക്സിന് പകരം 3. അപ്പൊ നോക്കടാ, 3 × x² എന്ന് പറഞ്ഞാൽ എന്താണ്? 3. എക്സിന് പകരം 3 ഇട്ടു, 3² - 2 × എക്സിന് പകരം 3 + 1. അപ്പൊ 3 × 3² എത്രയാണ്? 9 - 2 × 3 എത്രയാണ്? 6 + 1. 9 × 3 എത്രയാണ്? 27 - 6 + 1. 27 ൽ നിന്ന് 6 പോയി കഴിഞ്ഞാൽ 21 + 1. ആൻസർ എത്ര കിട്ടി? 22. സിമ്പിൾ അല്ലേ? അപ്പൊ എന്താ വാല്യൂ എന്ന് പറഞ്ഞാൽ P of 1 കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? നമ്മുടെ പോളിനോമിയൽ എടുത്ത് എഴുതും, 3x² - 2x + 1. അടുത്തത് ഏതാണോ ഇവിടെ പറഞ്ഞിട്ടുള്ള നമ്പർ അത് എക്സിന് പകരം പ്ലേസ് ചെയ്യുക. നോക്ക്, 3 × 1² - 2 × 1 + 1. ഇപ്പൊ 3 × 1² 1 ആണ്, -2 × 1 + 1. 3 × 1 3 ആണ്, -2 × 1 2 ആണ്, +1. 3 - 2 എത്രയാണ്? 1 + 1. ആൻസർ എത്ര കിട്ടി? 2. വളരെ സിമ്പിൾ. ഇതാണ് വാല്യൂ ഓഫ് ദ പോളിനോമിയൽ എന്ന് പറയുന്നത്. സിമ്പിൾ. അടുത്തത് ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? സീറോ ഓഫ് എ പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പോളിനോമിയലിന്റെ സീറോ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്, ശ്രദ്ധിച്ചോളണം. അതായത് നമ്മൾ നേരത്തെ ഒരു പോളിനോമിയൽ എഴുതുവാണ്, P of x = x² + 5x - അല്ലെങ്കിൽ +6. ഓക്കെ അല്ലേ? ഞാൻ ഈ പോളിനോമിയലിന്റെ നേരത്തെ വാല്യൂ കണ്ടുപിടിച്ചില്ലേ? P of 1 കണ്ടുപിടിക്കുവാണ്. അപ്പൊ എത്ര കിട്ടൂടാ? 1² + 5 × 1 + 6. 1² 1 ആണ്, 5 × 1 5 ആണ്, +6 വന്നു. 5 + 1 6 കിട്ടി, 6 + 6 ആൻസർ എത്ര കിട്ടി? 12 കിട്ടി. ഞാൻ ഇതിന്റെ തന്നെ P of -2 കണ്ടുപിടിക്കുവാണ്. അപ്പൊ എന്താണ്? എക്സിന് പകരം നമ്മൾ -2 ഇട്ട് കൊടുക്കണം, അല്ലെ? അപ്പൊ x² എന്ന് പറയുമ്പോൾ എത്രയാണ്? -2² പ്ലസ് 5 × x എന്ന് പറയുന്നത് 5 × -2 + 6. -2 4 ആണ്, 5 × -2 ചെയ്യുമ്പോൾ -10 വന്നു, +6 വന്നു. 4 - 10 എന്ന് പറയുമ്പോൾ -6 + 6. ആൻസർ എത്ര കിട്ടി? 0 കിട്ടി. ഓക്കെ അല്ലേ? ഇനി എന്താണ് സീറോ ഓഫ് എ പോളിനോമിയൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പോളിനോമിയലിന് ഏത് വാല്യൂ ഇട്ട് കൊടുക്കുമ്പോഴാണോ സീറോ കിട്ടുന്നത് അവനാണ് ആ പോളിനോമിയലിന്റെ സീറോ. എന്താണ്? അപ്പോ ഈ പോളിനോമിയലിന്റെ സീറോ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പോളിനോമിയലിന്റെ വാല്യൂ എപ്പോഴാണ് നമുക്ക് സീറോ കിട്ടിയത്? -2 ഇട്ട് കൊടുത്തപ്പോഴല്ലേ? അപ്പൊ ഈ പോളിനോമിയലിന്റെ ഒരു സീറോ -2 ആണ്. ഓക്കെ അല്ലേ? അപ്പൊ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എന്താണ് സീറോ ഓഫ് ദ പോളിനോമിയൽ? ഒരു പോളിനോമിയലിന്റെ വാല്യൂ എപ്പോഴാണോ സീറോ കിട്ടുന്നത് ആ കിട്ടുന്ന നമ്പറിനെയാണ് നമ്മൾ പോളിനോമിയലിനെ എന്തെന്ന് വിളിക്കുന്നത്? സീറോ എന്ന് വിളിക്കുന്നത്. ഓക്കെ അല്ലേ? സിമ്പിൾ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു പോളിനോമിയൽ തരുവാണ്, P of x = 9x² + 3x + 2. ഇതിന്റെ സീറോ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? എടാ, ഈ പോളിനോമിയലിന് ഏത് വാല്യൂ ഇട്ട് കൊടുക്കുമ്പോഴാണ് നമുക്ക് സീറോ കിട്ടുന്നത് ഇവനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുന്നത്? സീറോ എന്ന് വിളിക്കുന്നത്.
ഓക്കെ അല്ലേ? അപ്പൊ പോളിനോമിയലിന്റെ സീറോ മനസ്സിലായല്ലോ. പോളിനോമിയലിന്റെ ഏത് വാല്യൂ ഇട്ട് കൊടുക്കുമ്പോഴാണോ സീറോ കിട്ടുന്നത് അവനാണ് സീറോ ഓഫ് ദ പോളിനോമിയൽ. വേറൊരു എക്സാമ്പിൾ നോക്കിയാൽ ഇവിടെ ശ്രദ്ധിച്ചോ, വളരെ ഇമ്പോർട്ടന്റ്. നോക്കിയേ, പി ഓഫ് എക്സ് ഈക്വൽ ടു നോക്കിയോ എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 1. ഓക്കെ അല്ലെ? എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 1. ഞാൻ പി ഓഫ് 1 കണ്ടുപിടിക്കാൻ പോവാണ്. നോക്കിയേ, പി ഓഫ് 1 കണ്ടുപിടിക്കാൻ പോവാണ്. 1ന്റെ സ്ക്വയർ എടുക്കുക, മൈനസ് 2 into 1 എടുത്തു, പ്ലസ് 1. 1 സ്ക്വയർ 1 ആണ്, മൈനസ് 2 into 1 2 ആണ്, പ്ലസ് 1. അടുത്ത് 1 മൈനസ് 2 എന്ന് പറയുന്നത് മൈനസ് 1 ആണ്, മൈനസ് 1 പ്ലസ് 1 വന്നു, ആൻസർ 0 കിട്ടി. ഇനി ഞാൻ പി ഓഫ് 0 കൂടി കണ്ടുപിടിക്കണം. ശ്രദ്ധിച്ചേ, അപ്പൊ എക്സിന് പകരം 0 സ്ക്വയർ മൈനസ് 2 into 0 പ്ലസ് 1. 0 സ്ക്വയർ 0 ആണ്, മൈനസ് 2 into 0 0 ആണ്, പ്ലസ് 1. 0 മൈനസ് 0 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 1 വന്നു. ഈ പോളിനോമിയലിന്റെ 0 ഏതാ ഒന്ന് നോക്കി പറഞ്ഞ്. ഏത് വാല്യൂ ഇട്ട് കൊടുത്തപ്പോഴാണ് നമുക്ക് 0 വന്നത്? ഇവിടെ 0 വന്നോ? ഇല്ല. 0 വന്നാൽ മാത്രമേ അത് 0 ആവുള്ളൂ, അല്ലാതെ 0 ഇട്ട് കൊടുത്താൽ 0 ആവുന്നില്ല. ഓക്കെ അല്ലെ? അപ്പോ ഇവിടെ 1 ഇട്ട് കൊടുത്തപ്പോ 0 ആയി. അപ്പോ ഈ 1 ആണ് ഈ പോളിനോമിയലിന്റെ 0. ഓക്കെ അല്ലെ? അപ്പോ ഏത് വാല്യൂ ഇട്ട് കൊടുക്കുമ്പോഴാണോ 0 കിട്ടുന്നത് അവനാണ് പോളിനോമിയലിന്റെ 0. ഇനി ഒരു പോളിനോമിയലിന് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ട് പോവാം. ചെക്ക് വെദർ 2 ഈസ് ദ സീറോ ഓഫ് ദ പോളിനോമിയൽ. ഇവിടെ ഒരു പോളിനോമിയൽ തന്നിട്ടുണ്ട്, പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 6. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് 2 ഇവന്റെ 0 ആണോ എന്ന് ചെക്ക് ചെയ്യണം. 2 0 ആവണമെങ്കിൽ പി ഓഫ് 2 ചെയ്താൽ എന്ത് കിട്ടണം? നമുക്ക് 0 കിട്ടണം. ചെയ്ത് നോക്കണം. നോക്ക്, 2 സ്ക്വയർ മൈനസ് 5x പ്ലസ് 6. 2 സ്ക്വയർ എത്രയാ? 4 മൈനസ് 5xന് പകരവും ഇട്ട് കൊടുക്കണം. ശ്രദ്ധിച്ചേ, നോക്കി 2 സ്ക്വയർ മൈനസ് 5 into x എന്ന് പറഞ്ഞാൽ 2 പ്ലസ് 6. 2 സ്ക്വയർ 4 മൈനസ് 10 പ്ലസ് 6. 4 മൈനസ് 10 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി? മൈനസ് 6 പ്ലസ് 6. ആൻസർ എത്ര കിട്ടി? 0. അപ്പൊ നോക്കടാ, 2 ഇട്ട് കൊടുത്തപ്പോ നമുക്ക് 0 കിട്ടി. അപ്പൊ ഉറപ്പായിട്ടും 2 എന്താണ്? 0 ആണ്. 2 ഈസ് എ 0 ഓഫ് ദ പോളിനോമിയൽ. സിമ്പിൾ. ഓക്കെ അല്ലെ? ഇനി അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു പോളിനോമിയലിന് എത്ര സീറോസ് ഉണ്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? ഒരു പോളിനോമിയൽ തന്നാൽ ഇതിന് എത്ര 0, ആൾക്കാരെ കണ്ടുപിടിക്കണ്ട, ഇവർ എത്ര 0 ഉണ്ടെന്ന് നിങ്ങൾ എങ്ങനെ എളുപ്പത്തിൽ കണ്ടുപിടിക്കും? വളരെ സിമ്പിൾ ആണ്, ശ്രദ്ധിച്ചിരുന്നോളൂ. ഒരു പോളിനോമിയൽ നിങ്ങൾക്ക് തരുവാണ്. ഓക്കെ, ഒരു പോളിനോമിയൽ നിങ്ങൾക്ക് തരുവാണ്. പി ഓഫ് എക്സ് ഈക്വൽ ടു 9x ക്യൂബ് മൈനസ് 2x സ്ക്വയർ പ്ലസ് 3x പ്ലസ് 2. ഈ പോളിനോമിയലിന് എത്ര സീറോസ് ഉണ്ടാവും? എത്ര സീറോസ് ഉണ്ടാവും? എത്ര സീറോസ് ഉണ്ടാവും? നമ്പർ ഓഫ് സീറോസ്. എത്ര സീറോസ് ഉണ്ടാവും? കേട്ടല്ലോ, ഇവിടെ സിമ്പിൾ ആണ് 0 പറയാൻ. ഒരു പോളിനോമിയലിന് എത്ര 0 ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ശ്രദ്ധിച്ചോളേ, എത്ര സീറോസ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ആ പോളിനോമിയലിന്റെ ഡിഗ്രി എത്രയാണോ അത്രയും 0 ഉണ്ടാവും. എന്താണ്? ആ പോളിനോമിയലിന്റെ ഡിഗ്രി എത്രയാണോ അത്രയും സീറോസ് ഉണ്ടാവും. അപ്പോ ഇവന്റെ ഡിഗ്രി എന്ന് പറഞ്ഞേ, ഇവന്റെ ഡിഗ്രി എന്ന് പറഞ്ഞേ. നോക്ക്, ഇവിടെ എക്സിന്റെ പവർ 1, ഇവിടെ എക്സിന്റെ പവർ 2, ഇവിടെ എക്സിന്റെ പവർ 3. അപ്പൊ ഹയസ്റ്റ് പവർ 3 ആണ്. അപ്പൊ നമ്മൾ എന്തെടുത്തു? 3 ആണ് ഡിഗ്രി. അപ്പൊ ഈ പോളിനോമിയലിന് എത്ര സീറോസ് ഉണ്ടാവും? 3 സീറോസ് ഉണ്ടാവും. സിമ്പിൾ പരിപാടി. ഓക്കെ അല്ലെ? അപ്പൊ ഒരു പോളിനോമിയലിന് പി ഓഫ് എക്സ് ഈക്വൽ ടു നോക്ക് 9x സ്ക്വയർ മൈനസ് 2x പ്ലസ് 1. ഇവന്റെ ഡിഗ്രി എത്രയാ? വേഗം പറഞ്ഞേ, ഇവന്റെ ഡിഗ്രി എത്രയാ? എക്സിന്റെ പവർ 1, എക്സിന്റെ പവർ 2, ഹയസ്റ്റ് പവർ 2. അപ്പൊ ഡിഗ്രി 2. ഡിഗ്രി 2 ആയതുകൊണ്ട് നമ്പർ ഓഫ് സീറോസ് എത്രയാണ്? നമ്പർ ഓഫ് സീറോസ് എത്രയാണ്? നമ്പർ ഓഫ് സീറോസ് 2. ഓക്കെ അല്ലേ? സിമ്പിൾ. ഞാൻ വേറൊരു പോളിനോമിയൽ എഴുതാം. പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് റൈസ് ടു 6 മൈനസ് 2x റൈസ് ടു 10 പ്ലസ് 11. ഓക്കെ അല്ലേ? ഇതൊരു പോളിനോമിയൽ ആണ്. ഇതിന് എത്ര സീറോസ് ഉണ്ടാവും? വേഗം പറ. നമ്പർ ഓഫ് സീറോസ്. നമ്പർ ഓഫ് സീറോസ്. ഓക്കെ അല്ലെ? നമ്പർ ഓഫ് സീറോസ് എങ്ങനെ പറയും? ഇവിടുത്തെ ഡിഗ്രി ഏതാ നോക്കണം. എക്സിന്റെ പവർ 10 ആണ് ഹയസ്റ്റ് പവർ. അപ്പൊ ഡിഗ്രി 10. ഡിഗ്രി 10 ആയാൽ നമുക്ക് 10 സീറോസ് ഉണ്ടാവും. നമ്പർ ഓഫ് സീറോസ് എത്ര എണ്ണം ഉണ്ട്? 10 എണ്ണം. അതായത് 10 നമ്പർ വാല്യൂ ഇട്ട് കൊടുത്താൽ 0 കിട്ടും. ഓക്കെ, അപ്പോ ഇവിടെ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ ലീനിയർ പോളിനോമിയൽ പഠിച്ചില്ലേ? എന്തായിരുന്നു ലീനിയർ പോളിനോമിയൽ? അതായത് ഡിഗ്രി 1 വരുന്ന പോളിനോമിയൽ. എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എന്താണ്? 4x പ്ലസ് 3. ഇത് ഡിഗ്രി 1 വരുന്ന പോളിനോമിയൽ അല്ലേ? എടാ, ഇതിന് എത്ര സീറോസ് ഉണ്ടാവും?
ഡിഗ്രി 1 വരുന്ന കാരണം നമ്പർ ഓഫ് സീറോസ് എത്രയാണ്? നമ്പർ ഓഫ് സീറോസ് എത്രയാണ്? നമ്പർ ഓഫ് സീറോസ് എത്രയാണ്? 1. ഓക്കെ അല്ലേ? അടുത്തത് നമ്മൾ പഠിച്ചത് ക്വാഡ്രാക്റ്റിക് ആണ്. എന്താണ് അടുത്ത നമ്മൾ പഠിച്ചത്? ക്വാഡ്രാക്റ്റിക് ആണ്. ക്വാഡ്രാക്റ്റിക് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഡിഗ്രി എത്രയായിരുന്നു? 2. എക്സാമ്പിൾ പറഞ്ഞാൽ 3x² - 2x + 5. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ നോക്ക്, ഇതാണ് ഒരു ക്വാഡ്രാക്റ്റിക് ഇക്വേഷൻ. ഇതിന്റെ ഡിഗ്രി 2 വരുന്ന കാരണം ക്വാഡ്രാക്റ്റിക് ഇക്വേഷൻ എത്ര നമ്പർ ഓഫ് സീറോസ് ഉണ്ടാവും? നമ്പർ ഓഫ് സീറോസ് 2. പിന്നെ നമ്മൾ പഠിച്ച ഒരു ക്യൂബിക് കൂടി പഠിച്ചത് അല്ലേ? ക്യൂബിക് എന്തായിരുന്നു? ക്യൂബിക് എന്ന് പറഞ്ഞാൽ ഡിഗ്രി 3 വരുന്ന ഇക്വേഷനുകൾ. എക്സാമ്പിൾ പറഞ്ഞാൽ 4x³ - 2x² + 3x + 8. ഇതാണ് ഒരു ക്യൂബിക് ഇക്വേഷൻ. അപ്പൊ ഇതിന്റെ നമ്പർ ഓഫ് സീറോസ് എത്രയാണ്? ഡിഗ്രി 3 വരുന്നത് കാരണം നമ്പർ ഓഫ് സീറോസും 3. ഇതിന്റെ അകത്ത് നോക്കിയേ, ഒരു ലീനിയർ പോളിനോമിയലിന്റെ നമ്പർ ഓഫ് സീറോസ് 1 ആണ്. ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നമുക്ക് പഠിക്കണം. ഓക്കെ അല്ലേ? ഒരു ക്വാഡ്രാക്റ്റിക് പോളിനോമിയൽസിന്റെ നമ്പർ ഓഫ് സീറോസ് 2 ആണ്. ഇതും എങ്ങനെയാണ് കണ്ടുപിടിക്കണമെന്ന് പഠിക്കണം. കേട്ടല്ലോ? അപ്പോ സീറോസ് കണ്ടുപിടിക്കാനാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കണേ, നമ്മൾ ഹൗ ടു ഫൈൻഡ് സീറോസ്. നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത് എന്താണ്? ഹൗ ടു ഫൈൻഡ് സീറോസ്. നമുക്ക് ആരുടെയൊക്കെ പഠിക്കാനുണ്ട്? ഒന്ന് ലീനിയർ പോളിനോമിയലിന്റെ പഠിക്കാനുണ്ട്, 2 ക്വാഡ്രാക്റ്റിക്കിന്റെയും പഠിക്കാനുണ്ട്. ഇത്രേ നമുക്ക് പഠിക്കാനുള്ളൂ. ലീനിയറിനെയും പഠിക്കണം, ക്വാഡ്രാക്റ്റിക്കിന്റെയും പഠിക്കണം. സിമ്പിൾ. അപ്പോൾ ഒരു ലീനിയർ പോളിനോമിയലിന്റെ സീറോ എങ്ങനെയാണെന്നാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. വളരെ സിമ്പിൾ ആണ്. ലീനിയർ പോളിനോമിയൽ എന്ന് പറയുമ്പോൾ അതിന്റെ ഡിഗ്രി എത്രയാണ്? വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞ ഡിഗ്രി 1 ആണ്. അപ്പൊ അതിന്റെ നമ്പർ ഓഫ് സീറോസ് എത്രയാണ്? നമ്പർ ഓഫ് സീറോസ് എന്ന് പറയുന്നതും 1 ആണ്. അതെങ്ങനെ കണ്ടുപിടിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. ഞാനൊരു പോളിനോമിയൽ എഴുതുവാണ്. P(x) = 5x - 4. ഓക്കെ അല്ലേ? ഇതൊരു പോളിനോമിയൽ അല്ലേ? ലീനിയർ പോളിനോമിയൽ ആണ്. ഇതിന്റെ നമ്പർ ഓഫ് സീറോസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ P(x) ഇല്ലേ നമ്മുടെ പോളിനോമിയൽ, അത് = 0 ചെയ്യുക. എന്താണ്? നമ്മുടെ പോളിനോമിയൽ എന്താണോ അത് = 0 ചെയ്യുക. അത്രേ ഉള്ളൂ. അപ്പൊ ഇവിടെ നോക്ക്, നമ്മുടെ പോളിനോമിയൽ 5x - 4 ആണ്. 5x - 4 = 0 ചെയ്യുക. അപ്പോ 5x - 4 = 0 ചെയ്താൽ ഇവിടെ നമുക്ക് x ഉണ്ട്. ഈ എക്സിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? ഈ x ഇവിടെ നിർത്തി ബാക്കി എല്ലാവരെയും പെറുക്കി അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. അത്രേ ഉള്ളൂ. സിമ്പിൾ. അപ്പൊ നോക്ക്, ഇവിടെ 5x ഇവിടെ നിർത്തി, ഈ 4 അപ്പുറത്തേക്ക് പോട്ടെ, അപ്പുറത്ത് 0 ഉണ്ട്, -4 ഇപ്പുറത്തേക്ക് വരുമ്പോൾ +4 ആയി. അപ്പൊ 5x = 4 എന്ന് വന്നു. എക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഈ 5 അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. 5 ഇവിടെ ഇൻറ്റു ചെയ്തിരിക്കുവാണ്, ഇപ്പുറത്ത് കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്തു. അപ്പൊ എക്സിന്റെ വാല്യൂ 4/5. ഈ കിട്ടിയേക്കണമെന്നാണ് നമ്മളുടെ 0. ഒരു 0 ഉള്ളൂ, അതാരാണ്? 4/5. വേറൊരെണ്ണം ഞാൻ പറയുവാണ്. നോക്ക്, P(x) = നോക്ക് 2x - 6. ഇതിന്റെ 0 കണ്ടുപിടിക്കാൻ പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്യണം? നിങ്ങൾ 2x - 6 = 0 ചെയ്യണം. ഓക്കെ, ഈ -6 അപ്പുറത്തേക്ക് പോട്ടെ. അപ്പൊ 2x = 0 + 6. അപ്പൊ 2x = 6. x കണ്ടുപിടിക്കാൻ 2 അപ്പുറത്തേക്ക് പോട്ടെ. അപ്പൊ 6/2. x = 3 എന്ന് വന്നു. അപ്പൊ ഇവിടുത്തെ 0യും കിട്ടി. എത്രയാണ്? 3. വളരെ ഓക്കെ അല്ലേ? അടുത്ത ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ട് നമുക്ക് നോക്കാം. ഫൈൻഡ് ദ സീറോ ഓഫ് ദ പോളിനോമിയൽ P(x) = 2x + 6. അപ്പൊ എന്ത് ചെയ്യുക? ആ 2x + 6 = 0 ചെയ്യുക. 6 അപ്പുറത്തേക്ക് പോകണം. അപ്പൊ 2x = 0 - 6. അപ്പൊ 2x = -6. x = -6/2. x = -3. അപ്പൊ 0 എത്രയാണ്? 0 - 3. വളരെ സിമ്പിൾ. ഇത്രേ ഉള്ളൂ. അടുത്തത് നമ്മൾ ഇപ്പോൾ പഠിച്ച സീറോസും നമ്മുടെ ക്വാഡ്രാക്റ്റിക് ഇക്വേഷന്റെ കോഎഫിഷ്യൻസും തമ്മിൽ കുറച്ച് റിലേഷൻ ഉണ്ട്. ആ റിലേഷൻ കൂടി നമ്മൾ ഇതിൻ്റെ നിന്ന് പഠിക്കണം. അതായത് ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, ഇനി എന്താണെന്നൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. ഒരു ജനറൽ ആയിട്ട് ഞാനൊരു ക്വാഡ്രാക്റ്റിക് ഇക്വേഷൻ എടുക്കുവാണ്. ax² + bx + c. ഓക്കെ അല്ലേ? ഇനി ഇതിന് 2 സീറോസ് ഉണ്ടാവും അല്ലെ? ഉറപ്പല്ലേ? 2 സീറോസ് ഉണ്ടാവുമല്ലോ, അത് ഉറപ്പല്ലേ? 2 സീറോസ് ഉണ്ടാവും. കാര്യം എന്താ? ഇതൊരു ക്വാഡ്രാക്റ്റിക് ഇക്വേഷൻ അല്ലേ? എക്സിന്റെ പവർ 2 ആണ് വന്നിട്ടുള്ളത്. ആ 2 സീറോസിന് ഞാൻ ഒരാളെ ആൽഫ എന്നും ഒരാളെ ബീറ്റ എന്നും വിളിച്ചു. ഓക്കെ അല്ലേ? ഈ ക്വാഡ്രാക്റ്റിക് ഇക്വേഷന് 2 സീറോസ് ഉണ്ടാവും. അയാളെ ഞാൻ ആൽഫ എന്നും ബീറ്റ എന്നും വിളിച്ചു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ സീറോസിന്റെ സമ്മ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ആൽഫയും ബീറ്റയും കൂടി കൂട്ടുന്നത്
ബീറ്റയും കൂടി ആഡ് ചെയ്യുന്നത് ആൽഫ പ്ലസ് ബീറ്റ എത്രയാണെന്ന് എനിക്ക് ഈ ഇക്വേഷൻ നോക്കി പറയാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഈ എക്സിന്റെ കൂടെ നിൽക്കുന്ന ബി ഇല്ലേ, അവന്റെ നെഗറ്റീവ് എടുക്കുക, -b. ഓക്കെ അല്ലേ? ഇനി ഈ എക്സ് സ്ക്വയറിന്റെ കൂടെ നിൽക്കുന്ന എ ഇല്ലേ, അവനെ എ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പൊ ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? -b/a. അടുത്തത് എനിക്ക് ഈ രണ്ട് സീറോസിന്റെയും പ്രൊഡക്റ്റും കണ്ടുപിടിക്കാം. എങ്ങനെയാ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുന്നത്? ഈ ആൽഫയും ബീറ്റയും കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അതും എനിക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് കണ്ടുപിടിക്കാം. ഈ ഒറ്റയ്ക്ക് കിടക്കുന്ന നമ്പറില്ലേ, അവനാണ് സി. ആ സീനെ അവന്റെ നെഗറ്റീവ് ഒന്നും കൊടുക്കണ്ട കേട്ടോ, സി അതുപോലെ തന്നെ അവനെ ഈ എ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ ഇത് കാണാതെ പഠിക്കേണ്ടതാണ്. എന്താണ്? ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് -b/a, ആൽഫ ഇൻറ്റു ബീറ്റ എന്ന് പറയുന്നത് c/a. സിമ്പിൾ കാര്യം. ഓക്കെ അല്ലേ? ഇനി സംശയമുള്ളവർ ഇവിടെ ഒന്ന് നോക്കി, ഞാൻ നിങ്ങൾക്ക് ഒരു ഇക്വേഷൻ തരും. നോക്ക്, 2x² + 5x + 3 = 0. എനിക്ക് ഇതിന്റെ സം ഓഫ് സീറോസ് ആൽഫ പ്ലസ് ബീറ്റ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? -b/a കണ്ടുപിടിക്കണം. ഓക്കെ അല്ലേ? ഇവനാണ് എ, ഇവനാണ് ബി, ഇവനാണ് സി. ഇനി സംശയമുള്ളവർ ഇവിടെ വേണമെങ്കിൽ എടുത്ത് എഴുതിക്കോ. a = എത്രയാണ്? 2, b = എത്രയാണ്? 5, c = എത്രയാണ്? 3. ഇത്രേ ഉള്ളൂ. അപ്പോൾ ആൽഫ പ്ലസ് ബീറ്റ എത്ര വരും? -b എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5/a എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2, -5/2. ഇനി ആൽഫ ഇൻറ്റു ബീറ്റ എന്ന് പറഞ്ഞാൽ എത്രയാണ്? c/a. കാണാതെ പഠിക്കണേ, c/a. c എത്രയാണ്? 3, a എത്രയാണ്? 2. അപ്പൊ 3/2. സിമ്പിൾ. ഇതാണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സീറോസ് ആൻഡ് കോഎഫിഷ്യന്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിരിക്കണം. ലാസ്റ്റ് ഒരു ചെറിയ പ്രോപ്പർട്ടി കൂടി പഠിച്ചാൽ ഈ ചാപ്റ്റർ കഴിഞ്ഞു. അത് നിങ്ങളുടെ ഫസ്റ്റ് ഭാഗത്തുള്ളതാണ്, ഞാൻ ഏറ്റവും അവസാനം പറയുന്നതെന്ന് മാത്രം ശ്രദ്ധിച്ചു. അടുത്ത് നമുക്ക് പഠിക്കാനുള്ള ജിയോമെട്രിക്കൽ മീനിങ് ഓഫ് സീറോസ് എന്ന് പറയുന്ന സാധനമാണ്. എൻ്റെ പേര് കേൾക്കുമ്പോൾ ഇത്തിരി മോശമാണെന്നൊക്കെ തോന്നുമെങ്കിലും വളരെ സിമ്പിൾ ആണ്. അതായത് നമ്മൾ ഒരു പോളിനോമിയലിന്റെ ഗ്രാഫ് വരയ്ക്കുവാണെന്ന് വിചാരിച്ചു. ഒരു പോളിനോമിയലിന്റെ ഗ്രാഫ് വരയ്ക്കുവാണ്. എന്താണ്? ശ്രദ്ധിക്കണേ, ഒരു പോളിനോമിയലിന്റെ എന്ത് വരയ്ക്കുവാണ്? ഗ്രാഫ് വരയ്ക്കുവാണ്. ഇപ്പോൾ പോളിനോമിയലിന്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഇപ്പോൾ ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. നിങ്ങളിപ്പോൾ ഒരു പോളിനോമിയലിന്റെ ഗ്രാഫ് വരച്ചപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടിയെന്ന് വിചാരിച്ചു. ഓക്കെ, ഇതൊരു പോളിനോമിയലിന്റെ ഗ്രാഫാണ്. ഈ ഗ്രാഫ് നോക്കി നിങ്ങൾക്ക് നമ്പർ ഓഫ് സീറോസ് പറയാം. എങ്ങനെയാണ് ഗ്രാഫ് നോക്കി നമ്പർ ഓഫ് സീറോസ് പറയുന്നത്? വളരെ സിമ്പിൾ ആണ്. നിങ്ങളുടെ ഗ്രാഫ് എക്സ് ആക്സിസിനെ എത്ര പോയിന്റിൽ ടച്ച് ചെയ്തിട്ടുണ്ടെന്ന് നോക്കണം. എക്സ് ആക്സിസിനെ കേട്ടോ, ഇതാണ് എക്സ് ആക്സിസ്, ഇതല്ലേ എക്സ് ആക്സിസ്. ഈ എക്സ് ആക്സിസിനെ എത്ര പോയിന്റിൽ ടച്ച് ചെയ്തിട്ടുണ്ടെന്ന് നോക്കണം. 1, 2, 3 പോയിന്റിൽ ടച്ച് ചെയ്തിട്ടില്ലേ? അപ്പോ നമ്പർ ഓഫ് സീറോസ് എത്രയായിരിക്കും? 3. ഓക്കെ അല്ലേ? അപ്പോ എത്ര പോയിന്റിൽ ടച്ച് ചെയ്തിട്ടുണ്ടോ അത്രയും സീറോസ് ഉണ്ടാവും. ഇതാണ് ജിയോമെട്രിക്കൽ മീനിങ് എന്ന് പറയുന്നത്. ഗ്രാഫ് നോക്കി നമ്പർ ഓഫ് സീറോസ് പറയാം. ഓക്കെ അല്ലേ? സിമ്പിൾ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഓരോ ഗ്രാഫ് തരാം, അതൊന്ന് നോക്കി പറയാവോ? അതെ, ഞാൻ ഒരു ഗ്രാഫ് വരച്ചു, ഞാൻ ഒരു 2 ഗ്രാഫ് വരയ്ക്കാം. ഈ 2 ഗ്രാഫിന്റെയും നമ്പർ ഓഫ് സീറോസ് എത്രയാണെന്നൊന്ന് പറയണം. ഓക്കെ അല്ലേ? സിമ്പിൾ. ഓക്കെ, 2 ഗ്രാഫ് വരച്ചു. ഇത് എക്സ്, ഇത് വൈ, ഇത് എക്സ്, ഇത് വൈ. ഇവിടുത്തെ നമ്പർ ഓഫ് സീറോസ് എന്ന് പറഞ്ഞേ, ഇവിടുത്തെ നമ്പർ ഓഫ് സീറോസ് എന്ന് പറഞ്ഞേ. വളരെ സിമ്പിൾ. ഇവിടെ ഒരു പോയിന്റിൽ ടച്ച് ചെയ്തു, ഇവിടെ ഒരു പോയിന്റിൽ ടച്ച് ചെയ്തു, ഇവിടെ ഒരു പോയിന്റിൽ ടച്ച് ചെയ്തു. ഈ എക്സ് ആക്സിസിൽ ടച്ച് ചെയ്താൽ മാത്രം കേട്ടോ. അപ്പൊ നമ്പർ ഓഫ് സീറോസ് എത്രയാണ്? 3. ഇവിടെ നോക്ക്, ഇവിടെ എക്സ് ആക്സിസിൽ ഒറ്റ പോയിന്റിൽ മാത്രമേ ടച്ച് ചെയ്തിട്ടുള്ളൂ. അപ്പൊ നമ്പർ ഓഫ് സീറോസ് എത്രയാണ്? നമ്പർ ഓഫ് സീറോസ് 1. വളരെ സിമ്പിൾ അല്ലേ? അപ്പൊ ഇങ്ങനെ കുറെ ഗ്രാഫുകൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. എക്സ് ആക്സിസിൽ എത്ര പോയിന്റിൽ ടച്ച് ചെയ്തിട്ടുണ്ടോ നോക്കുക, അത്രയും സീറോസ് ഉണ്ടാകും നമ്മൾ. സിമ്പിൾ അല്ലേ? അപ്പൊ ഈ ചാപ്റ്റർ എളുപ്പമല്ലേ? അപ്പൊ ഈ ചാപ്റ്ററിൽ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എങ്ങനെയുണ്ട്? ക്ലാസ് ഇഷ്ടപ്പെട്ടോ? ആ കാര്യങ്ങളെല്ലാം നിങ്ങൾ കമന്റ് ചെയ്യുക. ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് കമന്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക, അറിയാൻ വേണ്ടിയാണ്. അപ്പോൾ ഓക്കെ, അടുത്ത ചാപ്റ്റർ ആയിട്ട് കാണാം.